മിമിക്രി എന്ന അനുകരണ കലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ എവരിവൺ, ദിസ് ഈസ് FM റേഡിയോ 9.1. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ രഘു. കേൾക്കാം കേട്ടുകൊണ്ടേയിരിക്കാം. എത്ര കേട്ടാലും മതി വരാത്ത ചില ശബ്ദങ്ങളുണ്ട്. അതുപോലെ ഒന്നാണ് വാണി ജയറാമിൻ്റെത്. ഗാനഗന്ധർവൻ യേശുദാസ്. മലയാള സിനിമയില് ഒരുപാട് കലാകാരന്മാരും കലാകാരിമാരും ഇതുപോലെ കലോത്സവ വേദികളിൽ തിളങ്ങി നിന്ന ഒരുപാട് നിറസാന്നിധ്യങ്ങളാണ് ഇന്ന് നിങ്ങൾ മലയാള സിനിമയിൽ കാണുന്നത്. സർവേശ്വരൻ ഈ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ഞാൻ ചുരുങ്ങുന്നു. ഇനി ചില പക്ഷിരാചരങ്ങളുടെ ശബ്ദം. അമ്പരച്ചുംബികളായ ലവ് ബേഡുകൾ. സിനിമാ താരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ആസ്വാദകരാണ്. അവരുടെ ചില ശബ്ദങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി ജനാർദ്ദനൻ സാർ. എന്താ അതിന്റെ പേര്? ഓ, പൊന്നപ്പനല്ല, തങ്കപ്പൻ. തങ്കപ്പൻ തന്നടാ. മൊട്ട രാജേന്ദ്രൻ. சார் பண்ணது என் கண்ணாடி, என் கண் முன்னாடி சார் நான் தான் சார் பண்ணது சார். இதை தப்பு சார், മன்னிച്ചിടുക സാർ, മன்னிച്ചിടുക. മിമിക്രിയിലൂടെ സിനിമാ രംഗത്തേക്ക് വന്ന ജാഫർ അടിക്ക. എടിയോട്ടെ, നിനക്ക് ആലോചിക്കാം, രണ്ട് കാര്യമുണ്ട്. ഒന്നെങ്കിൽ ആ മകേഷിനെ കേട്ട് സുഖമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ആ ഗൾഫാരനെ പയ്യനെ കേട്ട് ഗൾഫിൽ അടിച്ചു പൊളിച്ച് നിനക്ക് ആവശ്യത്തിന് ജീവിക്കാം. നീ എന്ത് പറയുന്നത്? ഇനി നിന്റെ തീരുമാനം. അപ്പൊ അവനിവിടെ തന്നെ കാണുടി. ഇനി നമുക്ക് കുറച്ച് രാഷ്ട്രീയക്കാരാണ്. ആദ്യമായി അകാലത്തിൽ നമ്മളെ വിട്ട് പൊലിഞ്ഞു പോയ ഒന്നും ഞാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും പറയുന്നത് എനിക്ക് അത് കാര്യമായിട്ടെടുക്കാറുണ്ട്. കാരണം എന്റെ തീരുമാനങ്ങളാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ കലോത്സവ വേദിയെ വളരെ മനോഹരമായി ആക്കുന്ന എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, പഠിക്കണം, പഠിച്ച് വലിയ ആളുകളാകണം എന്ന് മാത്രം. അടുത്തതായി നമ്മൾ യൂട്യൂബ് മാധ്യമങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ വളരെ രസകരമായ കുക്കിംഗ് ചാനലുകളുണ്ട്. അതിൽ നമ്മളെന്നും കൗതുകത്തോടെ ഇരുന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഫിറോസ് കുന്നുംപുറം. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല മീൻ പിടിച്ചാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനല് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കമന്റ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വിഷു ആശംസകൾ. വിഷുവിന് നമ്മൾ നേരിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് നമ്മളൊരു പായസം ഉണ്ടാക്കി തരുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ പാലക്കാരുടെ സ്വന്തം താടിക്കാരൻ. അവളോട് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പൂത്തും കാപ്പയാണ്. അവിടെ പൊണ്ടാട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂത്തും കാപ്പയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമായിരിക്കും. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയും. പാലക്കാരുടെ മറ്റൊരു വ്യക്തിയാണ് പാലാ സജി. അദ്ദേഹത്തിന്റെ കുറിച്ച് 10,000 പേര് എന്നോട് പറഞ്ഞു ഒരു പാട്ട് പാടുകയാണ്. തനനനീനിയാവോ 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 അസ്കജബീറ പാകുത അലവശ മുനാകബി സതമോദുനിയാവോ സതുമമസ മുനാകബി തനനനീനിയാവോ 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 അസ്കജബീറ പാകുത അലവശ മുനാകബി സതമോദുനിയാവോ സതുമമസ മുനാകബി. കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും മികച്ച കണ്ടുപിടുത്തമാണ് ഹെലികോപ്റ്ററുകൾ.
ഇതുപോലെ മിമിക്രി കലാവേദികൾ ഇനിയും പുരോഗമിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ എളിയ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.